ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാരും എത്തിയിട്ടുണ്ടോ? സന്തോഷാണോ? ബൈബിള് പഠിക്കാൻ ഇഷ്ടമാണോ? പഴയ നിയമം വായിക്കാൻ ഇഷ്ടമാണോ? നമുക്കിന്ന് പഠിക്കാം അല്ലേ? ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകം തന്നെയാണ്. റൂത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? റൂത്ത് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് വെറും 4 അധ്യായങ്ങളേ ഉള്ളൂ. റൂത്തിന്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 4 അധ്യായങ്ങളേ ഉള്ളൂ. നമുക്ക് 4 അധ്യായം വായിക്കാൻ ഒരു 15 മിനിറ്റ് മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാൻ പറ്റും. പിന്നെ വായിക്കാൻ എളുപ്പത്തിൽ സിസ്റ്റർ അതിനകത്തെ കാര്യങ്ങളൊന്ന് പറയാം. നവോമി എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് അതിനകത്ത് വിവരിക്കുന്നത്. നവോമി എന്ന് പറയുന്നത് റൂത്തിന്റെ അമ്മായിമ്മയാണ്, റൂത്തിന്റെ ഭർത്താവിന്റെ അമ്മ. ഇവര് റൂത്തിന്റെ ഭർത്താവ് എലിമലേക്ക് യൂദയ നാട്ടിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അല്പം ക്ഷാമം വന്നു. ഭക്ഷണത്തിനൊക്കെ ക്ഷാമകാലം ഉണ്ടായി. അങ്ങനെ ക്ഷാമകാലം ഉണ്ടായപ്പം അദ്ദേഹം തൻ്റെ ഭാര്യനെ 2 ആൺകുട്ടികളാണ് ഉള്ളത്. എലിമലേക്കിന്റെ ഭാര്യയാണ് ആരാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എല്ലാവരോടും ഒന്ന് ഉറക്കെ പറഞ്ഞേ. അപ്പൊ നവോമിയുടെ ഭർത്താവ് ആരാണ്? 2 ആൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഇങ്ങനെ തൻ്റെ 2 മക്കളെയും ഈ ഭാര്യയൊക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം മൊവാബ് സ്ഥലത്തേക്ക് പോയി. ഇവിടെ നിന്ന് മൊവാബിലേക്ക് കുടിയേറിപ്പാർത്തു, മാറി താമസിച്ചു. നമ്മളൊക്കെ ഇന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും കുടിയേറി പോകും അല്ലേ? മാറി താമസിക്കും. അങ്ങനെ അവരവിടെ മാറി താമസിച്ചു. പിള്ളേരെല്ലാം വലുതായി. അവരെല്ലാം കല്യാണം കഴിപ്പിച്ചു. 2 ആൺകുട്ടികളും കല്യാണം കഴിച്ചു. അപ്പം അങ്ങനെ 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നു. അവര് മൊവാബിയ ദേശത്ത് നിന്ന് താമസിക്കുമ്പോൾ ഈ ആൺകുട്ടികൾക്ക് കിട്ടിയ ഭാര്യമാരും ആ സ്ഥലത്തുള്ളവരാ. ഏത് സ്ഥലത്തു നിന്നാ? മൊവാബ് സ്ഥലത്ത് നിന്നാണ് എലിമലേക്ക് തൻ്റെ ആൺകുഞ്ഞുങ്ങൾക്ക് ഭാര്യമാരെ കണ്ടെത്തിയത്. അങ്ങനെ ഇവരെല്ലാം സന്തോഷത്തോടു കൂടി ജീവിച്ചു വരവേ കുറെ കഴിഞ്ഞപ്പം 2 ആൺമക്കളും മരിച്ചു, ഈ ഭർത്താവും മരിച്ചു. അങ്ങനെ നവോമിയും ഈ 2 പെൺമക്കള് ഓർഫ, റൂത്ത്, അവരുടെ പേരാണ് എന്തൊക്കെ? മരുമക്കളുടെ പേരാണ് ഓർഫ, റൂത്ത്. ഇങ്ങനെ ഇവര് 3 പേരും സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. കുറെ നാളുകൂടെ കഴിഞ്ഞപ്പം നവോമിക്ക് ഈ മരുമക്കളെ, തൻ്റെ ആൺകുഞ്ഞുങ്ങളുടെ ഭാര്യമാരെ, അവരോട് വലിയ സ്നേഹ. നവോമി ആലോചിച്ച്, എനിക്ക് പ്രായമായി, ഈ മക്കൾ 2 പേരും വിധവയുമായി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ നാട്ടിലേക്ക്, ഇസ്രായേൽ നാട്ടിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബന്ധുക്കൾ, അതിനെ പറയുന്ന ചർച്ചക്കാരിൽ നിന്നും വേറെ കല്യാണം കഴിക്കാം. അന്നത്തെ ജനങ്ങളുടെ ഒരു ചിന്താഗതി ഇങ്ങനെയായിരുന്നു, വിധവയായിട്ട് ജീവിക്കുന്നത് ഒരു നല്ല കാര്യമല്ല, ഒരു മോശമാണ്, അതൊരു ശാപമാണ്. മക്കളില്ലാതെ വരുന്നതും ഒരു ശാപമാണ്. അപ്പൊ ഈ മക്കൾക്ക് 2 പേർക്കും ഭർത്താക്കന്മാരും ഇല്ല, മക്കളും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവരിങ്ങനെ എന്നെ നോക്കി ഇവിടെ താമസിക്കേണ്ട കാര്യമില്ല. അവരവരുടെ വീട്ടിലേക്ക് പോവുകയും അവർക്ക് വേറെ ഭർത്താക്കന്മാരെ കണ്ടെത്തുകയും അവർക്ക് വീണ്ടും ജീവിതം തുടരുകയും ചെയ്യാം. അങ്ങനെ ഒരു ദിവസം നവോമി തൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത്, തനിക്ക് കൊണ്ടാകാനുള്ളതെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പൊ ഈ ഓർഫായും റൂത്തും വന്ന് ചോദിച്ചു, അമ്മ എങ്ങോട്ടാ പോണത്? അപ്പൊ ഞാൻ, മക്കളെ, അവർ വലിയ സ്നേഹമാണ്, ഭർത്താവ് മരിച്ചുപോയി, ആൺമക്കൾ മരിച്ചുപോയി, എന്നാലും അമ്മയെ വലിയ ഇഷ്ടമാണ്. മക്കളെ, നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ 2 പേരും ആനവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുക. ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ ചർച്ചക്കാരുടെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പൊ ഇവര് പറഞ്ഞു, വേണ്ട, ഞങ്ങളും അമ്മയുടെ കൂടെ പോരുക. അമ്മയുടെ ബന്ധുക്കള് ഞങ്ങളുടെ ബന്ധുക്കളാ, ഞങ്ങൾ അമ്മയെ വിട്ട് പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ നവോമിക്ക് ആകെ വിഷമമായി. ഈ മക്കളെ ഓർത്താ പോയേക്കാന്ന് വിചാരിച്ച് നവോമി നിർബന്ധിച്ച് ഈ മക്കളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നവോമിയുടെ നിർബന്ധപ്രകാരം ഓർഫ പോയി. പക്ഷെ റൂത്ത് പിന്നെയും തിരിച്ചു വന്നു. റൂത്തിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് അവൾ വിശ്വസ്തയായ ഒരു മകളായിരുന്നു. കർത്താവിനെ സ്നേഹിച്ച്, ഈ അമ്മയൊക്കെ കാണിച്ചു തന്ന കർത്താവിനെ അവൾ കൂടുതൽ സ്നേഹിച്ച്, കൂടുതൽ ദൈവസ്നേഹത്തിലും അതുപോലെ കുടുംബസ്നേഹത്തിലും അവൾ വളർന്നു വന്നു. അപ്പം അവൾക്ക് ആ ദൈവഭയവും ദൈവഭക്തിയും ഉണ്ടായിരുന്നു. അവൾ വിചാരിച്ച്, ഞാൻ എൻ്റെ അമ്മായിമ്മയെ ശുശ്രൂഷിച്ച് ഈ വാർദ്ധക്യത്തിൽ എൻ്റെ അമ്മായിമ്മയെ തന്നെ ആക്കാതെ ഞാൻ ശുശ്രൂഷിച്ച്
ജീവിക്കുന്നതാണ് ദൈവഹിതമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൾ തിരിച്ചു വന്നിട്ട് അമ്മയുടെ കൂടെ അവളും ഇസ്രായേൽ നാട്ടിലേക്ക് പോവാം. അമ്മ എത്ര നിർബന്ധിച്ചിട്ടും അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയില്ല. അമ്മ തന്നിച്ചു പോയാൽ അമ്മയെ ആര് സംരക്ഷിക്കും? അമ്മയ്ക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? ഈ വയസ്സുകാലത്ത് ആരാണ് അമ്മയ്ക്കൊരു തുണ? അങ്ങനെ അവളും ഇസ്രായേൽ നാട്ടിലേക്ക് വന്നു. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നവോമി നോക്കിയപ്പം പഴയ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെയൊക്കെ സന്തോഷമായിട്ടൊക്കെ നിൽക്കുക. അങ്ങനെ വന്നപ്പം ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അന്ന് നമ്മൾ ഈ ഒത്തിരി ധനമുള്ളവരുടെ വയലുകളിൽ കാല പെറുക്കാൻ പോകും. അവർ വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതൊക്കെ പെറുക്കുന്നതാണ് ഈ കാല പെറുക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ബന്ധുവായ ബോവാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നവോമിയുടെയൊക്കെ ബന്ധുവാണ്. അപ്പം അദ്ദേഹത്തിന് നല്ല കാലമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വയലിൽ കാല പെറുക്കി ഒത്തിരി ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞു, റൂത്തിനോടും പറഞ്ഞു, നീയും ഇവിടെ വന്ന് കാല പെറുക്കിക്കോ, ഞങ്ങൾ നിന്നെ സഹോദരിയായിട്ട് കൂട്ടിക്കോളാം. നവോമിയോട് ഇവർ കൂട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു, നീ വിഷമിക്കുക എന്നും വേണ്ട, നിന്റെ മകള് ഞങ്ങൾക്കും മകളാണ്, ഞങ്ങൾക്ക് അവള് സ്വന്തം സഹോദരിയെ പോലെയാ, റൂത്തിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ കൂടെ അവളും കാല പെറുക്കിക്കോട്ടെ, നിനക്കും സന്തോഷമായിട്ട് ജീവിക്കാം, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നവോമി ചെല്ലുന്നിടത്തൊക്കെ നവോമിക്ക് ഒരു ആശ്വാസവും ഒരു സഹായവും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറെ നാളും കൂടെ മുന്നോട്ട് പോയി. നവോമിക്ക് പിന്നെ ഒരു വിഷമം, റൂത്തിന് ഭർത്താവില്ലല്ലോ, ആര് റൂത്തിനെ കല്യാണം കഴിക്കും? അങ്ങനെ കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ എൻ്റെ കാലശേഷം എൻ്റെ ഈ മരുമകൾക്ക് ആരാ ഉള്ളത്? നവോമി പതുക്കെ, നവോമിയുടെ അന്നൊക്കെ അങ്ങനെയാ, ബന്ധുക്കാരാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം നവോമി അവരുടെ എലിമലേക്കിൻ്റെ അകന്ന ബന്ധുവായ ബോവാസിൻ്റെ അടുക്കലേക്ക് വിളവെടുപ്പ് കാലം എല്ലാം കഴിഞ്ഞ് ഈ വയൽ ഒരുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നേരം ആ വയലിൻ്റെ അടുക്കൽ വന്നാണ് ഇവരെ താമസിക്കുന്നത്. അവിടെ താമസിച്ച് വിളവെല്ലാം നോക്കി അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ നവോമി റൂത്തിനോട് പറഞ്ഞു, നീ അവരുടെ ആചാരപ്രകാരം മെതിക്കളത്തിൽ ബോവാസ് കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ്റെ കാലിലെ പുതപ്പ് മാറ്റി നീ നിന്റെ ദേഹത്തിടുക. അപ്പോൾ അങ്ങനെ കാലിലെ പുതപ്പ് മാറ്റി നിന്റെ ദേഹത്ത് ഇടുമ്പോൾ അവരെ ആചാരപ്രകാരം അവരുടെ ഭാര്യമാരായിട്ട് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച് നിനക്കും നോക്കാൻ ഒരാളുണ്ടല്ലോ. ഇല്ലെങ്കിൽ എൻ്റെ കാലശേഷം നവോമി വിചാരിക്കുകയാണ്, എൻ്റെ കാലശേഷം എന്നെ ശുശ്രൂഷിക്കാനായിട്ട് ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ഈ റൂത്തിന് ആരും ഇല്ലാതെ പോകുമല്ലോ, പിന്നെ ഇവൾക്ക് ആരുണ്ട്? അങ്ങനെ ഇവള് ബോവാസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുക. ബോവാസ് അർദ്ധരാത്രിയിലേറ്റപ്പം തൻ്റെ കാലിൻ്റെ ചൂട്ടിലൊരു തൻ്റെ കൂടെ ഒരു സ്ത്രീ കിടക്കുന്നു. അയ്യോ, ഇതാരാണെന്ന് നോക്കിയിട്ട് വെച്ച്, നീ ആരാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ റൂത്താ, നവോമിയുടെ മരുമകളാ, അങ്ങയുടെ വയലിൽ നിന്ന് കാലാ പെറുക്കിയ കൈയുള്ളവളും എൻ്റെ അമ്മായിമ്മയും ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബോവാസ് നോക്കിയപ്പോൾ ഇത്ര വിശ്വസ്തയായ, ഇത്ര ദൈവഭക്തിയായ ഒരു സ്ത്രീ വേറെയില്ല. പക്ഷേ എന്നാലും ബോവാസ് പറഞ്ഞു, എന്നേക്കാളും കുറച്ചും കൂടെ അടുപ്പം ബന്ധുവുള്ള, എലിമലേക്കിന് ബന്ധുവുള്ള വേറെ ഒരാളുണ്ട്. ആ ബന്ധുവായ മറ്റൊരാളുണ്ട്, അവനാണ് നിന്നെ കല്യാണം കഴിക്കേണ്ടത്. നിയമപ്രകാരം ഞാൻ അവനോട് ചോദിക്കട്ടെ, അവൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചോളാം, നിയമം തെറ്റിക്കണ്ട. അങ്ങനെ പറഞ്ഞു. അവളോട് പറഞ്ഞു, നീ ഈ മെതിക്കളത്തിൽ വന്നതോ ഈ എൻ്റെ അടുക്കൽ വന്നതോ ഒന്നും ആരും അറിയണ്ട. കാരണം രാത്രിയിൽ ഒരു സ്ത്രീ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരുദോഷമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ആരോടും പറയണ്ട എന്നും പറഞ്ഞ് 6 അളവ് ബാർലി കൊടുത്ത് ധാരാളം ധാന്യങ്ങൾ കൊടുത്ത് ഇവളെ തിരിച്ച് അമ്മായിമ്മയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അമ്മായിമ്മ പാവം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ റൂത്ത് കൊച്ചിനൊരു ഭർത്താവിനെ കിട്ടണേ, ബോവാസിന് അവളോട് താല്പര്യം തോന്നണേ, അവളോട് ഇഷ്ടം തോന്നണേ, അവളെ കല്യാണം കഴിക്കാൻ ഇടവരുത്തണേ എന്നൊക്കെ നവോമി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് റൂത്ത് വന്നപ്പോഴേ നവോമി ഓടിച്ചെന്ന് ചോദിച്ചു, മകളെ എങ്ങനെയുണ്ടായി, എന്തുണ്ടായി, ബോവാസ് എന്താ പറഞ്ഞത്? അപ്പൊ ഈ സംഭവം എല്ലാം അവള് അമ്മയോട് വിവരിച്ച് പറഞ്ഞു. അപ്പൊ നവോമിക്ക് സന്തോഷമായി. നവോമി പറഞ്ഞു, വലിയ സന്തോഷം. ഉടനെ തന്നെ നമ്മുടെ ബോവാസ് അടുത്ത ബന്ധുവായ, അന്നിങ്ങനെ ശ്രേഷ്ഠന്മാരുണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മൾ പള്ളിയിലോ അല്ലെ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുന്നത് പോലെ അന്ന് ശ്രേഷ്ഠന്മാരാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവരെ അറിയിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം 10 ശ്രേഷ്ഠന്മാരെയും കൂട്ടിക്കൊണ്ട് ബോവാസ് ഈ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, എടാ, നമ്മുടെ എലിമലേക്കിൻ്റെ ഭാര്യ നവോമി മൊവാബ് ദേശത്തു നിന്ന് ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്.
ആളുടെ വയലെല്ലാം വിൽക്കാൻ പോവുക, അത് നീ മേടിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ആ ഉണ്ടുണ്ട്, ഞാൻ മേടിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ആ വയൽ മേടിക്കുന്ന ആള് ആ റൂത്തിനെ കല്യാണം കഴിച്ച് അവരെ സംരക്ഷിക്കാൻ കൂടെ ചെയ്യണം. അവ പറഞ്ഞു, അതെനിക്ക് പറ്റിയല്ല, കാരണം അവൾ അന്യ സ്ത്രീയാ, അവൾ വിജാതീയ സ്ത്രീയാ. ആ വിജാതീയ സ്ത്രീയെ കല്യാണം കഴിച്ച ആള് എനിക്ക് അവകാശപ്പെട്ട പലതും നഷ്ടമാകും, അത് വേണ്ട. കണ്ടോ, സ്വാർത്ഥത വന്നവന്. അവന് നഷ്ടമാകുന്ന ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ട് അവൻ പറഞ്ഞു, അവൾ അന്യ സ്ത്രീയാ, വിജാതീയ സ്ത്രീയാ, അവളെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വസ്തുവും വേണ്ട, നിലവും വേണ്ട, റൂത്തിനെ കല്യാണം കഴിക്കുന്നില്ല. അപ്പൊ ബോവാസ് പറഞ്ഞു, നിങ്ങളുടെ ആചാരപ്രകാരം ഇവന്റെ അവകാശം വിട്ടുകൊടുക്കുന്ന അന്ന് ചെരുപ്പ് ഊരി ഇവന് കൊടുത്തിട്ടാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ പിന്നെ അടുത്ത ബന്ധു ഞാനാന്ന് ബോവാസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അവളെ കല്യാണം കഴിച്ചോളാം, നവോമിയുടെ വയല് വാങ്ങിക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബന്ധു പറഞ്ഞു, ആയിക്കോട്ടെന്ന് പറഞ്ഞു. പിന്നെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാം സാക്ഷികളാണ്, നിയമപ്രകാരം ഇവന്റെ ചെരുപ്പൂരി ഇവന് കൊടുക്കുന്നു. അതോടുകൂടി നവോമിയുടെ വയല് വാങ്ങാനും റൂത്തിനെ കല്യാണം കഴിക്കുവാനുമുള്ള അവകാശവും ഈ ബന്ധുവിൽ നിന്ന് എല്ലാ ശ്രേഷ്ഠന്മാരുടെയും കാണെ ആർക്ക് കൈമാറി? ഈ ബന്ധു ബോവാസിന് കൈമാറി. അങ്ങനെ ബോവാസ് ആരെ കല്യാണം കഴിച്ചു? റൂത്തിനെ കല്യാണം കഴിച്ചു. കണ്ടോ, ബോവാസിന്റെ ഹൃദയത്തിന്റെ വലിയ വിശാലത. അതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റൂത്തിന്റെ ആ പുസ്തകം വായിച്ചു വരുമ്പോൾ റൂത്ത് ദൈവഭയമുള്ളവളും ദൈവസ്നേഹമുള്ളവളും ആയതുകൊണ്ടാണ് അമ്മായിമ്മയുടെ കൂടെ അന്യനാട്ടിലേക്ക് പോകുന്നത്. അമ്മായിമ്മയെ ശുശ്രൂഷിക്കണമെന്ന് മാത്രമേ റൂത്ത് വിചാരിച്ചുള്ളൂ. നവോമി വിചാരിച്ചത് കണ്ടോ, എൻ്റെ മരുമകളുടെ നന്മ മാത്രം, എൻ്റെ മരുമക്കളുടെ നന്മ മാത്രമാണ് നവോമി വിചാരിച്ചത്. അങ്ങനെ വന്ന് ബോവാസ് വിചാരിച്ചതുണ്ടോ, ദൈവം മനസ്സിലുള്ളപ്പോൾ എല്ലാം അന്യരുടെ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ബോവാസ് വിചാരിച്ചത് ഈ സ്ത്രീക്ക് ഒരു പേരുദോഷമൊന്നും ഉണ്ടാകരുത്, അവളെ അമ്മായിമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ, എന്നാലും ആരും അറിയരുത്. കണ്ടോ, രാത്രിയിൽ ഇവൾ എൻ്റെ അടുക്ക വന്നു, അങ്ങനെ അവൾ ചീത്ത സ്ത്രീയാണെന്ന് ആരും പറയരുത്. അതുകൊണ്ട് അമ്മായിമ്മയ്ക്ക് ആവശ്യമുള്ള ധാന്യം കൊടുത്ത് അവളെ തിരിച്ചു വിടുന്നു. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല, മറിച്ച് എല്ലാവരും മറ്റുള്ളവൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അത് ഈ റൂത്തിൻ്റെ പുസ്തകം വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ വിശ്വസ്തത, സ്നേഹം, പരസ്പര ബഹുമാനം, ഇതിൻ്റെ എല്ലാം ഇങ്ങനെയുള്ള മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളർത്തിയെടുക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. അങ്ങനെ ബോവാസ് അവളെ കല്യാണം കഴിച്ച് അവരെ റൂത്തിനെ സംരക്ഷിച്ചു. അങ്ങനെ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, ഒബാദ്. ഈ ഒബാദാണ് ജസ്സെ, ഒബാദിൻ്റെ മകനാണ് ജസ്സെ. ജസ്സയുടെ മകനാണ് ദാവീദ്. അപ്പൊ സിസ്റ്റർ ഒന്നുകൂടെ പറയാം, ദാവീദിന്റെ അപ്പനാരാണ്? ജസ്സെ. ജസ്സയുടെ പിതാവാണ് ഒബാദ്. ഈ ഓബദിന്റെ അമ്മയാണ് ആര്? റൂത്ത്. അപ്പൊ നോക്കിയേ, ദാവീദിന്റെ വംശത്തിൽ നിന്നല്ലേ യേശു പിറക്കുന്നത്, അല്ലേ? പ്രവാചകന്മാർ പറഞ്ഞു ദാവീദിന്റെ വംശത്തിൽ നിന്നും ദൈവപുത്രൻ പിറക്കും. അപ്പൊ ഈ ദാവീദിന്റെ വംശത്തിലേക്ക് ഒരു വിജാതീയ സ്ത്രീ റൂത്ത് കടന്നു വന്നത് കണ്ടോ? അപ്പം വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവും ദൈവഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ വിജാതീയ സ്ത്രീ ആയിക്കോട്ടെ, അവർക്കും രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ട്. ദൈവം അവരെയും സ്നേഹിക്കുന്നു, ദൈവം അവരെയും രക്ഷിക്കുന്നു എന്നൊക്കെയുള്ള പാഠം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ റൂത്ത് ദാവീദിന്റെ വംശത്തില് യേശുവിൻ്റെ വംശത്തിലേക്ക് കടന്നു വന്നു. കണ്ടോ, റൂത്തിൻ്റെ മകൻ്റെ പിന്നെ ഇങ്ങനെ വന്ന് മകൻ്റെ ആളായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. അങ്ങനെ ഈ സ്കിറ്റ് നമുക്ക് ഒന്ന് കളിക്കാവോ? നിങ്ങൾക്ക് കളിക്കാവോ? നമ്മുടെ കൂട്ടുകാർ ഇപ്പോൾ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം.
വിളിച്ചോ? വിളിച്ചു. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? എന്റെ ഭർത്താവ് എരുമലേക്ക് മരിച്ചിട്ട് വർഷം ഒരുപാടായി. അന്ന് ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് അവിടെ ക്ഷാമമുണ്ടായപ്പോൾ എന്നെയും രണ്ടാൺമക്കളെയും കൂട്ടി ഈ മുവാബിലേക്ക് കുടിയേറി പാർത്തു. അമ്മേ, നമ്മുടെ സ്വന്തം നാട് അപ്പോൾ ജെറുസലേം ആണല്ലേ? അതേ മക്കളെ, അമ്മ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ് അമ്മേ? ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷം ഞങ്ങളോട് ആലോചിക്കാതെയോ പറയാതെയോ അമ്മ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ശരിയാണ്, നിങ്ങളോട് ആലോചിക്കാതെ പറയാതെ അമ്മ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഈ നിമിഷം ഈ അമ്മയോട് നിങ്ങൾ ക്ഷമിക്കണം. ആട്ടെ, കേൾക്കട്ടെ. എന്താണമ്മ ഒറ്റയ്ക്കെടുത്ത തീരുമാനം? ശരിയാണ്, നിങ്ങളോട് ആലോചിക്കാതെ പറയാതെ അമ്മ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഈ അമ്മയോട് നിങ്ങൾ ക്ഷമിക്കണം. അമ്മ കരയുന്നോ? ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ. അമ്മ എടുക്കുന്ന ഏതൊരു തീരുമാനവും ഞങ്ങളുടെയും തീരുമാനമാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടെങ്കിലും ഇന്നും ഞങ്ങൾക്ക് ഈ ഭവനം സ്വന്തം ഭവനം പോലെയാണ്. അമ്മ ഞങ്ങൾക്ക് ഒരു അമ്മായിമയല്ല, ഒരു സ്വന്തം അമ്മ തന്നെയാണ്. പെറ്റമ്മ നൽകാത്ത സ്നേഹം അമ്മ ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഭാഗ്യവതിയാണ്. അത് സത്യമാണമ്മേ. മക്കളെ, നിങ്ങളല്ല, ഞാനാണ് ഭാഗ്യവതി. കാരണം ഒരു വൃദ്ധയും വിധവയും അന്യ നാട്ടുകാരിയുമായ എന്നെ നാളിതുവരെ ഒരു ദുഃഖവും അറിയിക്കാതെ സ്വന്തം അമ്മയെ പോലെ സംരക്ഷിക്കുകയും നിങ്ങളുടെ വിശ്വസ്തതയും വാത്സല്യവും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. ആവശ്യമില്ലാതെ അമ്മ മനസ്സിനെ വേദനിപ്പിക്കാതെ. എന്റെ മക്കളെ, നിങ്ങൾ ഇന്ന് എന്നെ വിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ഇനിയും ഈ മുവാബിൽ താമസിച്ച നിങ്ങളുടെ ഭാവി നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങളുടെ ചാർച്ചക്കാരിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കട്ടെ. ഞാൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോകട്ടെ. എങ്കിൽ ഞങ്ങളും അമ്മയുടെ കൂടെ ജെറുസലേമിലേക്ക് പോരുകയാണ്. വേണ്ട, അവിടെ നിങ്ങൾ വിജാതീയ സ്ത്രീകളാണ്. നിങ്ങൾക്ക് അവിടെ ഭർത്താക്കന്മാരെ ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചുപോയ നിങ്ങളുടെ അമ്മായപ്പനോടും ഭർത്താക്കന്മാരോടും നിങ്ങൾ കരുണ കാണിച്ചു. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവനം നയിക്കാൻ കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. അമ്മയുടെ ആളുകൾ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. എന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോട് കൂടെ വരുന്നു? അമ്മ പറയുന്നത് അനുസരിക്കൂ. നിന്റെ സഹോദരി പോയതുപോലെ നീയും പൊക്കോളൂ. അമ്മയെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. വരൂ അമ്മേ. നിങ്ങൾ അറിഞ്ഞോ? നവോമി തിരിച്ചു വന്നിരിക്കുന്നു. അവിടുത്തെ കാര്യത്തിൽ ഒരു മരുമകളും കൂടെയുണ്ട്. ഭർത്താവും രണ്ട് ആൺമക്കളും മരിച്ചുപോയി. വിജാതിയ കുട്ടിയെങ്കിലും റൂത്ത് നല്ല സ്വഭാവക്കാരിയാ. നവോമിയെ വലിയ കാര്യമാ. സ്വന്തം അമ്മയെ പോലെയാ അവൾ ശുശ്രൂഷിക്കുന്നേ. നവോമി, നവോമി, നിന്നെ വീണ്ടും കാണാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവ് എന്നെ ജനിക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? നവോമി എന്നാൽ സന്തുഷ്ട എന്നല്ലേ അർത്ഥം? നവോമി, നീ അങ്ങനെ ഒന്നും പറയരുത്. നിനക്കിവിടെ ഞങ്ങളുടെ കൂടെ സുഖമായി കഴിയാം. സർവശക്തൻ എന്നോട്
വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. എല്ലാം തികഞ്ഞവളായി ഇവിടെ നിന്ന് പോയി ഒന്നും ഇല്ലാത്തവളായി ഭർത്താവിനെ തിരിച്ചയച്ചു. നവോമി, നീ വീട്ടിൽ പോയി വിശ്രമിക്കൂ. ഞങ്ങൾ വയലിലെ കാല പെറുക്കി കഴിയുമ്പോൾ നിന്നെ സഹായിക്കാൻ വരാം. സഹോദരിമാരെ, ഇതാണ് എന്റെ മരുമകൾ റൂത്ത്. ഇവൾ എന്നെ ശുശ്രൂഷിക്കാനും ഈ വാർദ്ധക്യത്തിൽ ഒരു കൂട്ടായും ഇവളുടെ കുടുംബക്കാരെ വിട്ട് എന്റെ കൂടെ പോന്നിരിക്കുന്നു. നിങ്ങളുടെ കൂടെ കാല പറക്കാൻ ഈ ദാസിയും അനുവദിക്കില്ലേ? നവോമി, നമ്മുടെ എലിമിനേക്കില്ലേ? അവന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലാണിത്. അവൻ നല്ലവനാണ്. നീ വീട്ടിൽ പോയി വിശ്രമിച്ചു കൊള്ളുക. റൂത്ത് ഞങ്ങളോടൊപ്പം കാല പിറക്കട്ടെ. ശരി. വരൂ റൂത്ത്, നീ ഇന്നു മുതൽ ഞങ്ങളുടെ സഹോദരിയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ. ആരാണ് ഈ യുവതി? നവോമിയോടൊപ്പം മൊബാബിൽ നിന്ന് വന്ന മൊബാബി സ്ത്രീയാണിവൾ. അങ്ങയുടെ വയലിൽ കാല പിറക്കാൻ ഈ ദാസിയും അനുവദിക്കില്ലേ? മകളെ, നീ കാല പെറുക്കുവാൻ മറ്റൊരിടം തേടേണ്ടതില്ല. എന്റെ ദാസുമാരുടെ കൂടെ നിനക്കിവിടെ കാല പെറുക്കുവാം. അവർ കുടിക്കുവാനായി കോരി വച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് നിനക്ക് കുടിക്കുകയും ചെയ്യാം. അന്യ നാട്ടുകാരി എന്നോട് കരുണ തോന്നിയല്ലോ. അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ഭർത്താവിന്റെ മരണത്തിന് ശേഷം അമ്മായിമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നതും സ്വദേശത്തെ വിട്ട് അന്യദേശമായ ഇവിടേക്ക് വന്നതും എല്ലാം എനിക്കറിയാം. യജമാനെ, അങ്ങ് എന്നോട് വലിയ ദയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ലോ. എങ്കിലും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണത്തിന് സമയമായിരിക്കുന്നു. എല്ലാവരും വരൂ. പൂത്ത് കറ്റകളുടെ ഇടയിൽ നിന്നും കാല പെറുക്കിക്കൊള്ളട്ടെ. ശരി യജമാനനെ. അമ്മേ, വേണ്ടുവോളം ധാന്യവും ഭക്ഷണവും കിട്ടി. മകളെ, ഇവിടെ നിന്നാണ്? നമ്മുടെ ബന്ധുവായ ബോവാസിന്റെ വയലിൽ നിന്നാണ്. എന്നും അവിടുന്ന് കാല ശേഖരിച്ചു കൊള്ളാൻ പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് ഇവനെ അനുഗ്രഹിക്കട്ടെ. സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? ബോവാസ് നമ്മുടെ ബന്ധുവാണ്. അവൻ ഉറങ്ങുമ്പോൾ അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ശരി, അമ്മ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്യാം. നീ ആരാണ്? അങ്ങയുടെ ദാസിയായ റൂത്താണ്. അങ്ങനെ സ്വീകരിച്ചാലും. മകളെ, നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. യുവാക്കന്മാരെ, ധനികരെയോ ദരിദ്രരെയോ ആകട്ടെ തേടാതെ നീ എന്റെ അടുക്കൽ തന്നെ വന്നല്ലോ. വിധവയായി ദാസിയോട് അങ്ങ് കരുണ കാണിക്കില്ലേ? മകളെ, നീ ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യവും ഞാൻ ചെയ്തു തരാം. കാരണം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്നുള്ള കാര്യം എന്റെ നഗരത്തിലുള്ള പരിചയക്കാർക്കെല്ലാം അറിയാം. അങ്ങന്റെ അടുത്ത ബന്ധുവല്ലേ? ഞാൻ നിന്റെ ഉറ്റ ബന്ധുവാണുള്ളത് സത്യം തന്നെ. എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ബന്ധു നിനക്കുണ്ട്. അവൻ നിന്നെ സ്വീകരിക്കുമോ എന്നറിയട്ടെ. കർത്താവിന്റെ ഹിതം നിറവേറട്ടെ. മകളെ, അവൻ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ കർത്താവാണേ ഞാൻ എന്നെ സ്വീകരിക്കും. എന്നാൽ നീ ഈ രാത്രിയിൽ ഈ മെതിക്കളത്തിൽ വന്ന കാര്യം ആരും അറിയരുത്. ഇതാ
6 അളവ് ബാർലി ഉണ്ട്. ഇത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കൂ. നേരം പ്രഭാതമായല്ലോ, ഇവിടെ കാണുന്നുമില്ലല്ലോ. അമ്മേ, യഹോവ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ പ്രവർത്തിച്ചു. അർദ്ധരാത്രിയിൽ അദ്ദേഹം ഉണർന്നു. എന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ധാന്യങ്ങൾ നൽകി എന്നെ യാത്രയാക്കി. എന്നാൽ ഇന്ന് തന്നെ അവൻ കാര്യം തീരുമാനിക്കും. രഹിത, ഞാൻ ഒരു പ്രത്യേക കാര്യം പറയുവാൻ വന്നതാ. എന്താ എന്താ ബോസ്? മോവാബ് ദേശത്ത് നിന്ന് തിരിച്ചെത്തിയ നവോമി നമ്മുടെ ബന്ധുവാണല്ലോ. അതെ, അവൾ തന്റെ നിലത്തിലൊരു ഭാഗം വിൽക്കുവാൻ തീരുമാനിച്ചു. അത് നീ വാങ്ങുന്നതാണ് ഉത്തമം. ശരി, അത് ഞാൻ വാങ്ങാം. നവോമിയിൽ നിന്ന് നീ നിലം വാങ്ങുന്ന ദിവസം തന്നെ അവളുടെ മരുമകൾ വിധവയുമായ റൂത്തിനെ നീ സ്വീകരിക്കണം. അത് സാധ്യമല്ല. കാരണം ആ വിജാതീയ സ്ത്രീയെ സ്വീകരിക്കുന്നത് വഴി എന്റെ അധികാരം നഷ്ടമാകാൻ ഇടയാകും. അതുകൊണ്ട് നീ തന്നെ ആ അവകാശം എടുത്തുകൊള്ളുക. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇതാണ് ഇസ്രായേലിന്റെ നിയമം. അവകാശം വിട്ടുകൊടുക്കുന്നയാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കണം. ശരി, അങ്ങനെ തന്നെ ആവാം. ഇതാ ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് ഈ ചെരുപ്പ് സ്വീകരിച്ചാലും. അല്ലയോ ശ്രേഷ്ഠന്മാരെ, നിങ്ങളെ സാക്ഷി നിർത്തി നവോമിയുടെ വയൽ ഞാൻ വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ അവളുടെ മരുമകൾ റൂത്തിനെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുന്നു. ഞങ്ങൾ സാക്ഷികളാണ്. ദൈവം നിന്നെയും നിന്റെ സന്തതികളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്കിറ്റ് ഇഷ്ടമായോ? റൂത്തിനെ ഇഷ്ടമായോ? റൂത്ത് ഒരു നല്ല കുട്ടിയായിരുന്നു അല്ലേ? അമ്മായിമ്മ ഉന്തി വിട്ടതാ റൂത്തിനെ. എന്നിട്ട് റൂത്ത് പോയോ? കുറച്ചങ്ങ് പോയിട്ട് റൂത്ത് പിന്നെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. എന്നിട്ട് പറയാ, അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അമ്മയുടെ കൂടത്തിൽ തന്നെ പോരുക. അമ്മയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിക്കോളും. കണ്ടോ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ബലം പ്രാപിച്ചുകൊണ്ട് പറയാ, അന്യനാട്ടിൽ ആരും എന്നെ ഉപദ്രവിക്കുകയല്ല. കണ്ടോ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് പറയാ, അമ്മയുടെ ചാർച്ചക്കാർ, അമ്മയുടെ ബന്ധുക്കള് എന്റെയും ബന്ധുക്കളായിരിക്കും. അവര് ബന്ധുവായിട്ട് എന്നെ സ്വീകരിക്കും. അവള് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ കുറിച്ച് അവള് പറയുന്നത്. അങ്ങനെ ഈ നവോമിയുടെ കൂടത്തില് റൂത്തും പോന്നു. അത്രയേറെ അമ്മായിമ്മയെ സ്നേഹിച്ച റൂത്തിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടോ? ദൈവം റൂത്തിനെ എടുത്ത യേശുവിന്റെ വംശാവലിയിലേക്ക് എടുത്തിടുക. വലിയൊരു ഭാഗ്യ റൂത്തിനെ കിട്ടിയത്. അപ്പൊ ഇതുപോലെ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ റൂത്തിനെ കിട്ടിയതുപോലെയുള്ള അനുഗ്രഹം ആർക്കും കിട്ടും? നമുക്കും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, റൂത്തിനെ പോലെ ഞങ്ങളും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളുടെ കടമകളും തിരിച്ചറിയുവാനായിട്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നൽകണമേ. നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഈശോയെ, എൻ്റെ നല്ല ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. തിരുനാമത്തെ ഞാൻ ഏറ്റുപറയുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹവും സത്യസന്ധതയും വിശ്വസ്തതയും
എന്നുമെന്നും എൻ്റെ കൂടെ ഉണ്ടാകുവാൻ അങ്ങ് തന്നെ എന്നെ അനുഗ്രഹിക്കണമേ. നന്നായിട്ട് പഠിക്കുവാനും പള്ളിയിൽ പോകുവാനും കൂദാശകൾ അടുക്കൽ സ്വീകരിക്കുവാനും ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എനിക്ക് നൽകണമേ. ഈശോയെ, റൂത്തിനെ പോലെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാൻ എന്നെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ കൂടെ വരണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.